أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. മാന്യ സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുള്ള അവാദ് അൽ ജുഹനി സംസാരിച്ചത് വളരെ ഷോർട്ടായ ഖുതുബയായിരുന്നു. മാതാപിതാക്കൾക്കുള്ള ബിർറിനെ കുറിച്ചാണ്, അവർക്ക് ചെയ്യേണ്ടതായ ഇഹ്സാനിനെ കുറിച്ചാണ്. വാസ്തവത്തിൽ എല്ലാവർക്കും പരിചയമുള്ള, അറിയുന്ന, എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത്. എങ്കിലും ആ വിഷയം ജീവിതത്തിൽ പകർത്തുന്ന കാര്യത്തിലും നടപ്പാക്കുന്ന കാര്യത്തിലും ബഹുഭൂരിപക്ഷവും പരാജയത്തിലാണ് എന്ന ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇത്രയും ഷോർട്ടായി ഇന്ന് മക്ക ഇമാമ് കാമണിക്കൂറിലൂടെ ചർച്ച ചെയ്തതായ ഈ സബ്ജക്റ്റിനെ മനസ്സിലാക്കേണ്ടത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഫുർഖാൻ അദീമിൽ അവനെ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞ സ്ഥലത്താണ്, അള്ളാഹുവിന്റെ കൂടെ ആരെയും പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണം എന്നതായ വാക്ക് പറഞ്ഞത്. وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا എന്ന ആയത്തിൽ കൂടിയും അങ്ങനെ തന്നെയാണ്. അള്ളാഹു വിധിച്ചു, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ ഓർഡറാണ്. അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്നതും, അള്ളാഹുവിനോടല്ലാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നതും, അള്ളാഹുവിന് മാത്രമാണ് ആരാധനയുടെ സർവ്വ ഇനങ്ങൾ നൽകണം എന്നതും, ഒബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുകയും വേണം എന്നത്. അപ്പോൾ മുഖാറന നടത്തിയിട്ടാണ്, അഥവാ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിന് നാം നൽകുന്നതായ ആരാധന പറഞ്ഞ ഉടനെ തന്നെയാണ് അതിനോട് ഘടിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ അവകാശം പറയുന്നത്. പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി തന്നെ അള്ളാഹുവാണ് കാരണക്കാരൻ. യഥാർത്ഥത്തിൽ സൃഷ്ടിപ്പിലൂടെ ഈ ഭൂമിയിലേക്ക് നാം വരാൻ, അതുപോലെ തന്നെ മാതാപിതാക്കളാണ് കാരണക്കാർ ഈ ഭൂമിയിലേക്ക് നാം വരാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നമ്മുടെ മാതാപിതാക്കളായി സെലക്ട് ചെയ്തതുകൊണ്ട് തന്നെ അങ്ങനെ നാം പരത്തി പറയുകയാണെങ്കിൽ വളരെ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതായ ഒരു വിഷയമാണെങ്കിലും വളരെ ഷോർട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ നബിയോട് ചോദിക്കപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ അവകാശത്തെക്കുറിച്ച്, ഏറ്റവും കൂടുതൽ സഹവാസത്തെക്കുറിച്ച്, ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ നൽകുന്നതായ ഹുസ്നു സഹാബത്ത്, ഏറ്റവും നല്ല രൂപത്തിലുള്ള പെരുമാറ്റത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് എന്ന ചോദ്യത്തിന് മറുപടി നൽകിയത് നിന്റെ ഉമ്മയോടാണ് എന്നതാണ്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം അങ്ങനെയുള്ള ചോദ്യത്തിന് തുടർച്ചയായിട്ട് മറുപടി ഉമ്മാക്കെന്നാണ്, മാതാവിനാണ് എന്നാണ് പറഞ്ഞിരുന്നത് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. 4ാം തവണയായിരുന്നു പിതാവിന് എന്ന വാക്ക് പറഞ്ഞത്. ഇത് വളരെ പ്രശസ്ത ഹദീസാണ്, എല്ലാവർക്കും മനഃപ്പാടമുള്ളതായ ഹദീസാണ്. ഇതിന്റെ പേരിലുള്ള രഹസ്യം മക്ക ഇമാം വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് പറയുകയുണ്ടായി. ഉമ്മ പാപ്പയേക്കാൾ കൂടുതൽ മനക്കെട്ട് പരിശ്രമിച്ച, പ്രത്യേകിച്ച് നിന്നെ ഗർഭം ചുമന്നതായ ആ നീണ്ട മാസങ്ങളിൽ ഒരു നിമിഷം പോലും താഴെ വെക്കാതെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് എല്ലാ നിലക്കുള്ളതായ പ്രയാസം അവർക്ക് നേരിടുന്ന സന്ദർഭത്തിൽ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടിയുണ്ടല്ലോ പള്ളയിൽ എന്നത് ഓർത്തുകൊണ്ടായിരിക്കും ഭക്ഷണം കഴിക്കുക. അവർ മരുന്നുകൾ കഴിക്കുമ്പോൾ കുട്ടിയുണ്ടല്ലോ എന്നത് ഓർത്തുകൊണ്ടായിരിക്കും മരുന്ന് കഴിക്കുക. ചിലപ്പോൾ അവർക്ക് കഴിക്കേണ്ടി വരുന്നതായ മരുന്ന് അവരുടെ രോഗത്തിന് യോജിക്കുന്ന മരുന്നാവേണ്ടതുണ്ട്. പക്ഷെ അത് സാധിക്കാതെ വരുമ്പോൾ ഡോക്ടർ പറയും നീ ഗർഭിണിയായതുകൊണ്ട് നിനക്ക് ആ മരുന്ന് കഴിക്കാൻ പറ്റുകയില്ല, അത് ലഘൂകരിക്കപ്പെട്ട രൂപത്തിൽ ഞാൻ തരാം. അപ്പോൾ ആ സന്ദർഭത്തിൽ ആ ഉമ്മ സമ്മതിക്കുന്നു, വേദന സഹിച്ചാലും വിരോധമില്ല, രോഗം നീണ്ടാലും വിരോധമില്ല, കുട്ടിക്ക് പ്രയാസമുണ്ടാവരുത് എന്നത് പരിഗണിച്ചുകൊണ്ട് ആ മരുന്ന്, ആ ലഘൂകരിക്കപ്പെട്ട മരുന്ന് കഴിക്കാൻ ആ ഉമ്മ തയ്യാറാവുന്നു. സുബ്ഹാനല്ലാഹ്, ഏത് രൂപത്തിൽ നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ആ നീണ്ട മാസങ്ങളിൽ ഉമ്മ സഹിച്ചതായ ആ പ്രയാസം ഉറങ്ങുന്ന വേളയിലും, നടക്കുന്ന വേളയിലും, ഇരിക്കുന്ന വേളയിലും, ജോലി ചെയ്യുന്ന വേളയിലും, എല്ലാ സന്ദർഭത്തിലും നിന്നെ ചുമന്നുകൊണ്ടാണ് ഉമ്മ ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെയുള്ള നീണ്ട ആ മാസങ്ങളിൽ അനുഭവിച്ചതായ പ്രയാസവും കഷ്ടവും
അതിന് പകരമായിട്ടായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ഹുസ്നു സഹാബത്തിന് അർഹപ്പെട്ടവർ അഥവാ നന്നായ പെരുമാറ്റത്തിന് അർഹപ്പെട്ടവർ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഉമ്മയാണ് 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 എന്ന് 3 പ്രാവശ്യം മടക്കി പറയാൻ കാരണം അതെ, അങ്ങനെയുള്ള ആ അവകാശം നാം നിർവഹിച്ചിട്ടുണ്ടോ എന്നത് ഓരോരുത്തരും അവനവനോട് ചോദിക്കേണ്ടതാണ്. അത് അത്രയും വലിയ അവകാശം നിർവഹിക്കേണ്ടതായ ഉമ്മയോടുള്ളതായ ബാധ്യതയിൽ നാം വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നത് നാം ഓരോരുത്തരും അവരവരോട് ചോദിക്കേണ്ടതാണ്, ഒരു പരിശോധന നടത്തേണ്ടതാണ്. അങ്ങനെ വല്ല വീഴ്ചയും വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരോട് മാഫിനപേക്ഷിക്കേണ്ടതും അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടതുമാണ്. കാരണം അത് ഏറ്റവും വലിയ വന്തോഷങ്ങളിൽപ്പെട്ടതാണ്. മാതാവിനെ പ്രയാസപ്പെടുത്തുക, മാതാവിനെ ദ്രോഹിക്കുക, മാതാവിന് വെറുപ്പും അറുപ്പും വരുന്ന വാക്ക് വരെ പറയുക. അതൊക്കെ വ്യക്തമായിട്ട് വിശുദ്ധ ഫുർഖാൻ അദീമിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വിവരിച്ച ഭാഗമാണ്. ഞാൻ നേരത്തെ ഓതി വെച്ചതായ വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് എന്ന് പറഞ്ഞ വാക്ക് പലപ്പോഴും നാം കേട്ട് പരിചയമുള്ളതായ ആയത്താണ്. അവരിൽ നിന്നിട്ട് 2 പേർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു പേർക്കോ പ്രായം കൂടുകയാണെങ്കിൽ, വാർദ്ധക്യം കൂടുകയാണെങ്കിൽ അവരോട് ഛേ എന്ന പദം പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് അള്ളാഹു കർശനമായ ഭാഷയിൽ വിരോധിച്ചതായ ആയത്ത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. നാം മാതാപിതാക്കളോട് പെരുമാറുന്ന വേളയിൽ, പ്രത്യേകിച്ച് മാതാവിനോട് സംസാരിക്കുന്ന വേളയിൽ ഇത് പറഞ്ഞപ്പോൾ മക്ക ഇമാമ് തുടരുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കളിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവും അതുപോലെ തന്നെ മഹാനായ ഹാരിസത്ത് ഇബ്നു നുഅ്മാനും പേരെടുത്ത മാതാക്കളെ അങ്ങേയറ്റം ആദരിക്കുന്ന വ്യക്തികളിൽ ഏറ്റവും പ്രശസ്തരായ 2 പേരെ ഇന്ന് മക്ക ഇമാമ് നമുക്ക് പരിചയപ്പെടുത്തി തരികയുണ്ടായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവരോടുള്ള ബഹുമാനവും കാരണത്താൽ അവർ തന്നെ പറയുകയാണ്, ഞാൻ മുസ്ലിം ആയതിന്റെ ശേഷം കണ്ണു തുറിച്ചിട്ട് എന്റെ ഉമ്മയിലേക്ക് നോക്കാറില്ല ബഹുമാനം കൊണ്ട് എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. കാരണം ഉസ്മാനെ നമുക്ക് പരിചയമുണ്ട്. അവർ അങ്ങേയറ്റം അല്ലാഹു ബഹുമാനിച്ച് ആദരിച്ച വ്യക്തിയും മലക്കുകൾ വരെ അവരെ കാണുമ്പോൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളതായ സ്റ്റാൻഡേർഡിലേക്ക് എത്തിയതായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉമ്മയെ ശരിക്ക് തുറിച്ച് കണ്ണു തുറന്ന് നോക്കാറില്ല ബഹുമാന സൂചകമായി എന്ന് ഇന്ന് മക്ക ഇമാമ് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അതുപോലെ തന്നെ ഹാരിസത്ത് ഇബ്നു നുഅ്മാന്റെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുമാ, ആ മഹാനായ ഹാരിസ ഉമ്മാനോട് ഉമ്മ വല്ലതും കൽപ്പിക്കുന്ന വേളയിൽ ആ കൽപ്പനയെ കുറിച്ച് വല്ലതും മനസ്സിലായില്ലെങ്കിൽ അവരോട് ചോദിക്കാൻ പ്രയാസമാണ്. എന്താണ് നിങ്ങൾ പറഞ്ഞത്, മനസ്സിലായില്ലല്ലോ എന്ന് പറയാൻ വരെ അവർക്ക് പേടിയാണ്. ആദരണീയതയുടെ ഒരു ശൈലിയാണത്. എന്നിട്ട് കൂട്ടുകാരോട് ചോദിക്കലാണ്. കൂടെ സദസ്സിൽ വല്ലവരും ഉണ്ടെങ്കിൽ എന്താണ് ഉമ്മ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ഉമ്മാനോട് ചോദിക്കുന്നതിന് പകരം അത്രയും ഉമ്മാനെ 2 തവണ ചോദിച്ചിട്ട് പ്രയാസപ്പെടുത്താതിരിക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുന്ന ഒരു മഹാ സഹാബാക്കളുടെ കൂട്ടത്തിൽ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ചെയ്യുന്നതായ നന്മയിൽ വളരെ പേരെടുത്ത വ്യക്തിത്വങ്ങളിൽ പെട്ടതായിരുന്നു മഹാനായ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ശൈലി കേട്ടു, നല്ല ശബ്ദം കേട്ടു. ആരാണെന്ന് ചോദിച്ചപ്പോൾ പറയപ്പെട്ടത് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ ആണെന്ന്. അപ്പോൾ മഹാനായ റസൂല് കൂട്ടിച്ചേർക്കുകയാണ്, കദാലിക്കുമുൽ ബിർ, അത് ആ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തതിന്റെ ഫലമാണ് ഈ കണ്ടത്. അഥവാ സ്വർഗത്തിലേക്ക് എത്താനും സ്വർഗത്തിൽ സ്ഥലം പിടിക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല ഭാഗ്യം നൽകാൻ കാരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത നൽകി. അതെ, ഇത് നമുക്ക് മാതൃക നൽകുന്നതായ പാഠമാണ്. നാമും നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറുന്ന പെരുമാറ്റത്തിൽ അവരെ എത്ര കണ്ട് ആദരിക്കുവാൻ, അവർക്ക് എത്ര കണ്ട് ഖിദ്മത്ത് എടുക്കുവാൻ, അവർക്ക് എത്ര കണ്ട് സേവനം അർപ്പിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുവോ അത് ചെയ്യാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതാണ്. ഒന്നുമില്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിലൂടെ അവർക്ക് ദ്രോഹമുണ്ടാവരുത്, അതുകൂടി ശ്രദ്ധിക്കൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. നാം നന്മ ചെയ്യുന്നില്ലെങ്കിലും നമ്മളിലൂടെ അവർക്ക്
അവർക്ക് ദ്രോഹമുണ്ടാവരുത്, അതിന് നാം കാരണമായി തീരരുത് എന്നത് അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ്. മാതാപിതാക്കളുടെ ബാധ്യതയിൽ ശ്രദ്ധ ചെലുത്താത്ത ബഹുഭൂരിപക്ഷമാണ് ഇന്ന് യുവാക്കളുടെ കൂട്ടത്തിലും യുവതികളുടെ കൂട്ടത്തിലും നാം കാണാറുള്ളത്. അവരെ വീട്ടിലൊരു വേലക്കാരിയെ പോലെ കാണുന്നതായ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഉണ്ട്. ഉമ്മയെ വീട്ടിൽ, അതുപോലെ തന്നെ വാപ്പയെ വില വെക്കാതെ വാപ്പയേക്കാൾ കൂടുതൽ അവന്റെ ചങ്ങാതിമാരെയും സ്നേഹിതന്മാരെയും ആദരിക്കുന്നവരെ ബഹുമാനിക്കുന്നവരൊക്കെ കൂട്ടത്തിലുണ്ടാവാറുണ്ട്. അവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അള്ളാഹുവാണ് വിശുദ്ധ ഫുർഖാൻ അളീമിൽ ഹഖുല്ല എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് മക്ക ഇമാമ് ഇന്നത്തെ ഖുത്ബ ആരംഭിച്ചത് തന്നെ. അള്ളാഹുവിന് ചെയ്യേണ്ടതായ അവകാശം, ഹഖുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നിറവേറ്റേണ്ടതായ അവകാശം. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസുകളെ മുൻനിർത്തിയും കൊണ്ടാണ് പിന്നെ മക്ക ഇമാം അദ്ദേഹത്തിന്റെ ഖുതുബയെ തുടരാൻ വേണ്ടി പരിശ്രമിച്ചത്. അതിൽപ്പെട്ടതാണ് ഔസത്ത് അബ്വാബുൽ ജന്ന, നിന്റെ പിതാവ് സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള വാതിലിനോട് തുല്യമുള്ള വ്യക്തിയാണ് എന്നത്. അതുകൊണ്ട് നിന്റെ വാതില് തുറന്നു കിട്ടാനും നിനക്ക് ആ വാതിൽ തുറന്നു കിട്ടുന്നതായി മാറാനും നീ എന്ത് ചെയ്യുക? പാടുപെടുക. അഥവാ നിനക്ക് സ്വർഗത്തിൽ പോകണമോ, എന്നാൽ പിതാവിനോട് നീ നന്നായി പെരുമാറണം എന്ന് പറയും പോലെ. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന വേളയിൽ നമുക്ക് നമ്മുടെ റിസ്ഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുമെന്നതാണ്. നമ്മുടെ ബിസിനസ്സിലും വ്യാപാരത്തിലും കച്ചവടത്തിലും എല്ലാം നമുക്ക് അള്ളാഹു അനുഗ്രഹിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആ സകലം അള്ളാഹു ബർക്കത്തും അനുഗ്രഹവും നൽകും എന്നതാണ്. അതുപോലെ തന്നെ നാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളായി മാറും എന്നതുകൂടി മാതാപിതാക്കൾക്ക് ചെയ്യുന്ന നന്മയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അവർക്ക് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവർക്ക് അവർ അള്ളാഹിന്റെ മുമ്പിൽ കൈപൊക്കി അള്ളാഹുവിനോട് വല്ലതും ചോദിച്ചാൽ അള്ളാഹു വെറുതെ അവരെ മടക്കിക്കളയുന്നതല്ല, അവർക്കത് ഉത്തരം കിട്ടാൻ അർഹപ്പെട്ടതായി മാറുന്നതാണ് ഈ നന്മ കാരണത്താൽ, ഈ പ്രത്യേകത കാരണത്താൽ. അതുപോലെ തന്നെ മക്ക ഇമാമ് തുടർന്നു, ഒരു വ്യക്തി ബിർറ് ചെയ്യുക എന്നത് അത് മഹാത്മാക്കളുടെ, നല്ലവരുടെ, കൊള്ളുന്നവരുടെ, പേരെടുത്തവരുടെ സ്വഭാവമാണ്. അഥവാ നന്മ ചെയ്യാത്തവർ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാത്തവർ അവര് നിന്ദ്യരും നികൃഷ്ടരുമാണ് എന്ന അർത്ഥത്തിലേക്ക്, അതിന്റെ നേരെ വിപരീതമായ എന്തെല്ലാം സിഫത്തുകളുണ്ടോ, അഥവാ ഷിയമുൽ ഖുറമാ എന്ന പദമാണ് മക്ക ഇമാം ഉപയോഗിച്ചത്. ഒരു വ്യക്തി മഹാൻ ആവേണമെങ്കിൽ, ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ വേണം? ആ സിഫത്തുകളിൽ, ആ പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് മാതാപിതാക്കളെ ആദരിക്കുന്നവനായി മാറുക, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ആളായി മാറുക, മാതാപിതാക്കൾക്ക് ചെയ്യേണ്ടതായ ബാധ്യതകൾ നിർവഹിക്കുന്ന ആളായി മാറുക. അതുപോലെ തന്നെ മാതാപിതാക്കളേക്ക് നന്മ ചെയ്യുന്ന വ്യക്തി സ്വർഗത്തിലേക്ക്, അവൻ അള്ളാഹുവിലേക്ക് അടുത്തവനാണ്, അവൻ സ്വർഗത്തിലേക്ക് അടുത്തവനാണ് എന്നതുകൂടി മക്ക ഇമാമ് ഹദീസിന്റെ വെളിച്ചത്തിൽ ഉണർത്തുകയുണ്ടായി. അപ്രകാരം തന്നെ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്, അവൻ ഒരിക്കലും അവനിലൂടെ മാതാപിതാക്കൾക്ക് ദ്രോഹമുണ്ടാവരുത്. മാതാപിതാക്കളെ ദ്രോഹിക്കാതിരിക്കാൻ വേണ്ടി ഓരോ മുസ്ലിമും അവന്റെ നിസ്കാരത്തെ സംരക്ഷിക്കാൻ, അവന്റെ നോമ്പിനെ സംരക്ഷിക്കാൻ, അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങളെ സംരക്ഷിക്കാൻ അവൻ പാടുപെടേണ്ടതാണ്. എന്തുകൊണ്ട്? അവൻ ചെയ്യുന്ന അമാലുകൾ എത്ര തന്നെ അമാലുകൾ ചെയ്താലും ആ അമാലുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഫലം ലഭിക്കണമെങ്കിൽ ഈ വന്തോഷം അവനിലിട്ട് വരാതിരിക്കണം. വന്തോഷം വരുന്ന സന്ദർഭത്തിൽ അതിന്റെ അർത്ഥം അവൻ നിസ്കരിക്കേണ്ടതുപോലെ നമസ്കരിച്ചിട്ടില്ല എന്നതാണ്. കാരണം നമസ്കാരം അവനെ തടയേണ്ടതാണ് തെറ്റായ ഷർറായ കാര്യങ്ങളെ തൊട്ട്. അപ്പോൾ നമസ്കാരം അള്ളാഹിന്റെ മുമ്പിൽ ഇന്ന സലാത്തി, നാം പറയാറുള്ള ഇഫ്തിതാഹിന്റെ പ്രാർത്ഥനയിൽ ഉള്ളതാണല്ലോ, ഇന്ന സലാത്തി വനുസുക്കി മഹ്യായ വമമാതി, എന്റെ ജീവിതം മുഴുവനും റബ്ബേ നിനക്കാണ് എന്നാണല്ലോ. അപ്പോൾ ജീവിതം ആ സകലം എന്ന് പറയുമ്പോൾ ആ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് മാതാപിതാക്കളോടുള്ളതായ പെരുമാറ്റം, മാതാപിതാക്കളോടുള്ളതായ കടപ്പാട് നിർവഹിക്കുന്ന ഭാഗം എന്നത്. അപ്പോൾ നാം ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കണമെന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതെ, അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ റഗമ അൻഫു മ്രിഇൻ അദ്റക അബവൈഹി എന്ന് പറഞ്ഞുകൊണ്ട് 2-3 വിഭാഗത്തെ എണ്ണിയതായ കൂട്ടത്തിൽ ഒരു മനുഷ്യന്റെ മൂക്ക് നിലം പതിക്കട്ടെ, അഥവാ അവൻ പരാജയപ്പെടട്ടെ, അവന്റെ പരാജയത്തിലേക്കുള്ള സൂചനയാണ് റഗമ അൻഫു മ്രിഇൻ എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ. ആരാണ് അവൻ?
അവന് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ആ മാതാപിതാക്കളിലൂടെ അവന് സ്വർഗത്തിൽ കിടക്കാൻ പറ്റിയില്ല. മാതാപിതാക്കളിലൂടെ സ്വർഗം നേടാൻ പരിശ്രമിക്കണം. മാതാപിതാക്കളിലൂടെ സ്വർഗം നേടാൻ പരിശ്രമിക്കാത്തവൻ പരാജയപ്പെട്ടവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാ പാപങ്ങൾക്കുള്ള നാം ചെയ്തു പോകുന്നതായ നമ്മിൽ നിന്നിട്ട് വന്നു പോകുന്നതായ സർവ്വ പാപങ്ങൾക്കുള്ളതായ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിലേക്കാണ് എന്ത് ചെയ്യുക, പിന്തിപ്പിച്ചു വെക്കുക. ഇവിടെ ആരെയും എന്ത് ചെയ്യുകയില്ല, ശിക്ഷിക്കുന്നതല്ല. വളരെ ചുരുക്കം പരീക്ഷണത്തിന് വേണ്ടി മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പരീക്ഷണങ്ങൾ ഇറക്കുമെന്നത് ഖുർആന്റെ സൂചനയുണ്ട്. അതേ സമയത്ത് നാം ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം ശിക്ഷ അത് പരലോകത്തിലാണ് എന്നതാണ്. ഇവിടെയല്ല, നാം അതിനെ പരലോകത്തിലേക്ക് പിന്തിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ തന്നെ പലതവണ മടക്കി പറയുന്നു. എന്നാൽ അതേ സമയത്ത് ഹദീസിന്റെ വെളിച്ചത്തിൽ ഇവിടെ മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന വ്യക്തി, അവരോട് ഉഖൂഖ് കാട്ടുന്ന, ഹുഖൂഖല്ല ഉഖൂഖാണ്, ഐനാണ്, അവരെ ദ്രോഹിക്കുന്ന, അവരെ മർദ്ദിക്കുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന, അവരെ വിലവെക്കാത്ത വിഭാഗത്തിന് ദുനിയാവിൽ നിന്നിട്ട് തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് ചെറിയ ശിക്ഷയാണ്. വലിയ ശിക്ഷ പരലോകത്തിൽ വേറെയുമുണ്ട്. അള്ളാഹു അവന്റെ തൗബ സ്വീകരിച്ചിട്ടില്ലെങ്കിലും, അള്ളാഹു അവന് മാഫ് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലും, അവൻ മാതാപിതാക്കളോട് മാഫിന് ചോദിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ വലിയ അപകടത്തിൽപ്പെട്ടു പോകുന്നതാണ് മാതാപിതാക്കളെ ദ്രോഹിച്ചാൽ എന്ന് ഇന്ന് മക്ക ഇമാമ് ഏറ്റവും കുറഞ്ഞ ടൈമിലൂടെ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റിന്റെ ഇടയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിച്ചതായ ഖുതുബയുടെ സമാപനത്തിൽ പറയുകയുണ്ടായി. ഇത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. നാം മാതാപിതാക്കളോട് പെരുമാറേണ്ട രൂപത്തിൽ പെരുമാറണം. അവർ മരണപ്പെട്ടു കഴിഞ്ഞാലും അവരോടുള്ള അവകാശം നാം നിർവഹിക്കാൻ വേണ്ടി പാടുപെടണം. മരണപ്പെട്ട ശേഷം ഉള്ളതായ അവകാശത്തിൽപ്പെട്ടതാണ്, അത് ജീവിച്ചിട്ടുള്ളപ്പോഴും ചെയ്യേണ്ടതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. സുജൂദിൽ വരെ കിടന്നിട്ട് ടൈമുണ്ടെങ്കിൽ അവർക്ക് റബ്ബേ ഗ്ഫിർലി വലിവാലിദയ്യ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും പുറത്തു തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുക. എന്നാൽ ഇതൊക്കെ നമ്മുടെ നേതാക്കളായ നബിമാരിൽ നിന്നിട്ട് തന്നെ, അവരിൽ നിന്നിട്ട് മാതൃകയുള്ളതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥനകളെ പഠിപ്പിച്ച കൂട്ടത്തിൽ ചില നബിമാരുടെ പ്രാർത്ഥനകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായിട്ട് കാണാം, മാതാപിതാക്കൾക്കുള്ളതായ പ്രാർത്ഥന. അപ്പോൾ മരണപ്പെട്ട ശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതും അപ്രകാരം തന്നെ അവരുടെ കൂട്ടുകാരോ, അവരെ ബഹുമാനിച്ചിരുന്നവരോ, അവരെ ആദരിച്ചിരുന്നവരോ, വല്ല ചങ്ങാതിമാരോ കൂട്ടുകാരോ അവർക്കുണ്ടെങ്കിൽ അവരെ ആദരിക്കലും ബഹുമാനിക്കലും, അവർക്ക് സദ്യ കൊടുക്കലും, അവരെ സഹായിക്കലും എല്ലാം മാതാപിതാക്കളോട് മരണത്തിനു ശേഷം ചെയ്യുന്നതായ നന്മയിൽപ്പെട്ടതാണ് എന്നത് പ്രത്യേകം സ്മരണീയമാണ്. എന്നാൽ ഇന്ന് മദീന ഇമാമ് സംസാരിച്ചത് ഡോക്ടർ അഹമ്മദ് താലിബ് എന്ന പണ്ഡിതനാണ് ഇന്ന് സംസാരിച്ചത്. യാ അയ്യുഹന്നാസു ഖദ് ജഅതുകും മൗഇളത്തും മിർ റബ്ബിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുകയുണ്ടായ ഖുതുബയെ, ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണ് ഉപദേശം നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തിൽ നിന്നിട്ട്, വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിന് ശുദ്ധീകരണം നൽകുന്നതായ ആ ഗ്രന്ഥത്തെ, ആ അല്ലാഹുവിന്റെ ഉപദേശത്തെ, ആ നസീഹത്തിനെ, വഹുദൻ നിങ്ങൾക്കുള്ള സന്മാർഗമാണ്, റഹ്മത്തും നിങ്ങൾക്കുള്ളതായ അനുഗ്രഹമാണ് സത്യവിശ്വാസികൾക്ക്. ഇങ്ങനെ ഖുർആനിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അദീമിൽ ഇറക്കിയതായ ആയത്തുകൾ നട്ട് ചിലതിനെ ഓതിക്കൊണ്ടാണ് അദ്ദേഹം ഖുതുബ ആരംഭിച്ചത്. അതോടൊപ്പം ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതായ, അല്ലാഹു നിങ്ങളെ ബഹുമാനിച്ചു, നിങ്ങളെ ആദരിച്ചു, അഥവാ സത്യവിശ്വാസികളെ എന്തിലൂടെ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നിട്ട് തന്നെ, നിങ്ങളുടെ നഫ്സിൽ നിന്നിട്ട്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നിട്ട് എന്ത് ചെയ്തു, ഒരു ദൂതരെ നിങ്ങളിലേക്ക് അയച്ചു തന്നു. എന്താണ് അവരുടെ ഡ്യൂട്ടി? അവർ ചെയ്തത് എന്താണ്? യത്ലു അലൈഹിം ആയാതിഹി, അവന്റെ അള്ളാഹുവിന്റെ ആയത്തിനെ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാകുന്ന ഖുർആനിനെ അവർക്ക് ഓതിക്കൊടുക്കുകയും വയുസക്കിഹിം, അവർക്ക് തസ്കിയത്ത് നൽകുകയും യഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ ഇതിനു മുമ്പ് വഴി പഴച്ചവരാണെങ്കിലും ആ പഴച്ച വഴിയിൽ നിന്നിട്ട് സന്മാർഗത്തിലേക്ക് നയിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്തുകൊണ്ട് അയച്ചതായ റസൂലിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അദീമിനെ ബഹുമാനിച്ച് ആദരിച്ച് സംസാരിച്ച അതിനുശേഷം പറഞ്ഞത് ആ ഖുർആനിൽ തന്നെ ഓതുക എന്ന ബാധ്യതയായിരുന്നു നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയത്. ആ ഖുർആനിനെ ഓതുക മാത്രമല്ല, ആ ഖുർആനിനെ ഓതി തന്ന ശേഷം അതിനെ വിശദീകരിച്ച് തരുവാനും അതിനെ പഠിപ്പിച്ചു തരുവാനും അതിലൂടെ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാനും തസ്കിയത്ത്
ചെയ്യുവാനും ഇതൊക്കെ അള്ളാഹു നൽകിയതായ ബാധ്യതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ. അത് നമുക്കുള്ളതായ പ്രത്യേകതയും കൂടിയാണ്. അങ്ങനെ ഏറ്റവും ഉത്തമമായ കിതാബിനെ ഏറ്റവും ഉത്തമമായ നബിക്ക് ദൂതർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചു. ആ ഏറ്റവും ഉത്തമമായ കിതാബിനെ ഉത്തമമായ നബിക്ക് അയച്ചപ്പോൾ ആർക്കാണ് ആ നബിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്? ആരിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയെ നിയോഗിച്ചത്? ആർക്കാണ് ആ ഖുർആനിനെ ഓതിക്കൊടുത്തത്? ഉത്തമമായ ഉമ്മത്തിലേക്കാണ്. അപ്പോൾ 3 നിലക്ക് എല്ലാം ഉത്തമമായതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തെരഞ്ഞെടുത്ത് തന്നത്. അഥവാ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ആദ്യം മുതൽ അന്ത്യം വരെയുള്ളതായ സൃഷ്ടികളിൽ ഉത്തമരാണ് ഈ ഉമ്മത്ത് മുഹമ്മദ്. ഉത്തമമുള്ളതാണ് ഇറക്കിയ ഗ്രന്ഥം. അപ്പോൾ ഉമ്മത്ത് മുഹമ്മദും ഉത്തമരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമരാണ്. ഏറ്റവും ഉത്തമരായ ദൂതരാണ്. മറ്റു നബിമാരെക്കാളും ശ്രേഷ്ഠതയുള്ളതായ അഫ്ദലുൽ അംബിയാഇ വൽ മുർസലീൻ, എല്ലാ നബിമാരെക്കാളും എല്ലാ മുർസലീങ്ങളെക്കാളും ശ്രേഷ്ഠനാണ് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇറക്കിയതായ ഗ്രന്ഥമാണെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങളെല്ലാം മൻസൂഖായി പോയി. അതൊക്കെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങളെ ക്യാൻസൽ ചെയ്തു. എന്നേക്കുമായി ഖിയാമത്ത് നാൾ വരെ സ്ഥിരമായി നിലനിൽക്കുന്ന ലോകാത്ഭുത ഗ്രന്ഥം, അത് ഉത്തമമായ ഗ്രന്ഥത്തെയാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്നത്. എന്തിനാണ്? ലിയുഖ്രിജന്നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ, മനുഷ്യന്മാരെ ഇരുട്ടിൽ നിന്നിട്ട് പ്രകാശത്തിലേക്ക് നയിക്കാൻ ക്ഷണിക്കാൻ വേണ്ടി തന്നെ. എന്നാൽ ഇത്രയെല്ലാം പ്രത്യേകത നൽകിയതായ ആ കിതാബുകൾ നമുക്ക് നൽകപ്പെട്ട സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമുക്ക് വരുന്നതായ സർവ്വ വിപത്തുകൾ, സർവ്വ അപകടങ്ങൾ, സർവ്വ ഷഹവാത്തുകൾ, സർവ്വ ശുബഹാത്തുകൾ. ഷഹവാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്യാഗ്രഹങ്ങളും നമ്മളിൽ ഉണ്ടാവുന്നതായ ദേഹേച്ഛകളും ഇതെല്ലാം അതുപോലെ തന്നെ ശുബഹാത്തുകൾ, നമുക്ക് വരുന്നതായ സംശയങ്ങളും തെറ്റിദ്ധാരണകളും, ഇതൊക്കെ ശുബഹാത്താണ്. അതിനെല്ലാം നമുക്ക് ശരിക്ക് അതിന് ചികിത്സ നടത്താനുള്ളതായ, അതിനെ നമുക്ക് നിർമ്മാണം ചെയ്യാനുള്ളതായ, അതിലിട്ട് മോചനം തേടാനുള്ളതായ ഒരു മാർഗമാണ് നമുക്ക് അള്ളാഹു നൽകിയതായ ഈ ഗ്രന്ഥം. അപ്പോൾ മദീന ഇമാം തുടർന്നു, ഒരു മുസ്ലിം ഖുർആനിലേക്ക് ചെന്നുകൊണ്ട് ഖുർആനെ പഠിക്കേണ്ടതുപോലെ പഠിക്കുകയും എന്നിട്ട് ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന വിശദീകരണം ഉൾക്കൊള്ളുകയും ചെയ്തിട്ട് ശരിയായ നേരായ മാർഗത്തെ ഉൾക്കൊള്ളുകയാണെങ്കിൽ അവൻ വഴി പഴിച്ചു പോകുന്നതല്ല, അവൻ ഷഹ്വാത്തുകളിൽ പെട്ടുപോകുന്നതല്ല, അവന് ഫിത്തനുകളും മസായിബുകളൊക്കെ നേരിടാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള ഫിത്തനുകളും മസായിബുകളും നമ്മുടെ മുമ്പിൽ വ്യാപകമാകുന്ന സന്ദർഭത്തിൽ ആ ഖുർആനുമായി ടച്ചുള്ള വ്യക്തിയായാൽ അവർക്ക് സ്വയം ശരീരത്തെ മോചിപ്പിക്കുവാനും കുട്ടികളെ സന്താനങ്ങളെ സംരക്ഷിക്കുവാനും പരിസരത്തുള്ളവരെ സംരക്ഷിക്കുവാനും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമെന്നതിലൂടെ, ഖുർആനിലൂടെ. അപ്പോൾ ഖുർആൻ നാം ഓതുന്ന സന്ദർഭത്തിൽ തിലാവത്ത് മാത്രം പോരാ, വെറും ഖുർആൻ ഓതിയാൽ മാത്രം പോരാ, ഓതണം. അതുപോലെ തന്നെ തദബ്ബുറോട് കൂടിയുള്ള ഓതണം, അഥവാ ചിന്തിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ഓതണം. അതുപോലെ തന്നെ തഅല്ലുമ്, അതിനെ പഠിക്കണം. അഥവാ ഖുർആനിനെ അതിന്റെ അർത്ഥങ്ങൾ അറിയുന്നില്ലെങ്കിൽ അർത്ഥങ്ങൾ അറിഞ്ഞ് അതിന്റെ അഹ്കാമുകൾ, അതിൽ വരുന്നതായ വിധി വിലക്കുകൾ അത് പഠിക്കണം എന്ന് മാത്രമല്ല പഠിപ്പിക്കുകയും വേണം. തഅലീമാണ് 4-മത്തത്. അത് പഠിപ്പിക്കുകയും വേണം എന്ന് മാത്രമല്ല അതുകൊണ്ട് അമൽ ചെയ്യുകയും വേണം. അഥവാ ജീവിതത്തിൽ പ്രാക്ടിക്കലായി നീ ഒരു ഖുർആനായി നടക്കുന്ന, ചലിക്കുന്ന, പ്രവർത്തിക്കുന്ന ഖുർആനായി നീ മാറണം. അങ്ങനെയാവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഫുർഖാൻ അളീമാകുന്ന ലോകാത്ഭുത ഗ്രന്ഥത്തെ നമുക്ക് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഖുർആനിന്റെ പ്രത്യേകതയെ പ്രകടമാക്കേണ്ടതായ ബാധ്യത, ചുമതല അത് അതിന്റെ ഉമ്മത്തുകളായ ഉമ്മത്ത് മുഹമ്മദിന്റേതാണ്. അതിലുള്ള പ്രബോധകന്മാരുടേതാണ്, പ്രവർത്തകന്മാരുടേതാണ്. മതത്തിന്റെ പേരിൽ രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നവർ ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നവരായി മാറേണ്ടതും അതുപോലെ തന്നെ പണ്ഡിതന്മാർ അവരുടെ ബാധ്യത നിർവഹിക്കേണ്ടതും, എന്നിട്ട് ഖുർആൻ ഓതിപ്പിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ തജ്വീദും മാനയും അനുസരിച്ചിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതും, അതോടൊപ്പം ചിന്തിച്ചു കൊണ്ടോതാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതും, അതോടൊപ്പം അതിനെ ആ ഖുർആനിലുള്ളതായ വിധി വിലക്കുകളെ പഠിച്ചിട്ട് അതിൽ അമൽ ചെയ്യേണ്ട ഭാഗങ്ങൾ അമൽ ചെയ്യുവാനും ഒഴിവാക്കേണ്ട ഭാഗങ്ങൾ ഒഴിവാക്കുവാനും പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമാണ്. ആ രൂപത്തിലാണ് ഉമ്മത്ത് മുഹമ്മദ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് ഖുർആനിലുള്ളതായ അന്തസ്സിന്റെ ഉടമകളായി മാറുവാൻ, ഖുർആനിലൂടെ ഇസ്സത്തുള്ളവരായി മാറുവാൻ, ഖുർആനിലൂടെ അഭിമാനിക്കുന്നവരായി മാറുവാൻ, ഖുർആനിലൂടെ വ്യതിരിക്തരായി മറ്റു ഉമ്മത്തുകളുടെ ഇടയിൽ വ്യത്യസ്തപ്പെട്ടവരായി മാറുവാൻ അവരെ കൊണ്ട് സാധിക്കുക തന്നെ ചെയ്യും. അഥവാ വല്ല നിലക്കുള്ള വീഴ്ചകൾ ലോകത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ കാരണം അവർ ഖുർആനിലേക്ക് മടങ്ങുന്നില്ല, ഖുർആൻ പഠിക്കേണ്ടതുപോലെ പഠിക്കുന്നില്ല, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്നതുപോലെ അമൽ ചെയ്യുന്നില്ല. ഖുർആന്റെ വിശദാംശമാകുന്ന സുന്നത്തിനെ ഖുർആനുമായി ഘടിപ്പിച്ചിട്ട് അത് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ നിയോഗിച്ചത് തന്നെ ആ ഖുർആന്റെ വിശദീകരണം നൽകാൻ വേണ്ടിയാണ്. ഖുർആൻ
നിങ്ങൾക്ക് ഓതിത്തരാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് ശിക്ഷണം നൽകാൻ വേണ്ടിയാണ്, നിങ്ങളെ പരിഷ്കരിച്ച് എടുക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ബാധ്യത നിർവഹിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അള്ളാഹു ഖുർആന്റെ കൂടെ നിയോഗിച്ചത്. അതുകൂടി മനസ്സിലാക്കിയിട്ട് ആ രൂപത്തിൽ സഹാബാക്കൾ പഠിച്ചതുപോലെ ഗ്രഹിച്ചതുപോലെ നാമും മനസ്സിലാക്കി നാം പ്രാവർത്തികമാക്കി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ അന്തസ്സുകൾ, അഭിമാനങ്ങൾ മടക്കിയെടുക്കുവാനും നഷ്ടപ്പെട്ടു പോയതായ ചുറ്റുപാടിൽ നിന്നിട്ടും അന്തരീക്ഷത്തിൽ നിന്നിട്ടും ആ അന്തരീക്ഷവും ചുറ്റുപാടും നമുക്ക് ഇഷ്ടമില്ലാത്ത, നാം ആഗ്രഹിക്കാത്ത രൂപത്തിലുള്ളതായ അന്തരീക്ഷം ചുറ്റുപാടാണെങ്കിൽ അതിൽ നിന്നിട്ട് രക്ഷപ്പെടുവാനും നമുക്ക് അതിലൂടെ സാധിക്കുന്നു, മോചിക്കുവാനും നമുക്ക് അതിലൂടെ സാധിക്കുന്നു. അപ്പോൾ ഖുർആനിനെ നാം ഓതേണ്ടതുപോലെ ഓതേണ്ടതും അതിനെ ഓതുമ്പോൾ ലഭിക്കുന്നതായ ആ പ്രത്യേകത എന്താണ്? അതിനോട് മുഖാലഫത്ത് പാടില്ല എന്നത് അത് പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ ഖുർആൻ ഏത് റൂട്ട് നമുക്ക് വരച്ചു തരുന്നു ആ റൂട്ടിലൂടെ അല്ലാതെ നാം ജീവിക്കാൻ പാടില്ല. അതുകൊണ്ട് മദീന ഇമാം ഊന്നി പറയുന്നു, റബീഉൽ മാസത്തിലായതുകൊണ്ടായിരിക്കാം അദ്ദേഹം പ്രത്യേകം ഖുർആന്റെ പ്രത്യേകത പറഞ്ഞ ശേഷം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത പറഞ്ഞ ശേഷം, ഉമ്മത്ത് മുഹമ്മദിന്റെ പ്രത്യേകത പറഞ്ഞ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ഇമാം അല്ലാഹുവിന്റെ റസൂലിന്റെ മെമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇപ്പോഴുള്ളതായ മെമ്പറിൽ ഖുതുബ ഓതുന്ന സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, മുസ്ലിം ലോകമേ, നാം ഈ ഖുർആനിന് വിപരീതമായിട്ട് ഇസ്ലാമിൽ ഇല്ലാത്തതായ ഒരു വിദഅത്തും ഒരു അനാചാരവും ചെയ്തു പോകരുത്. മഹാ അപകടമാണ് ഖുർആനോട് വിപരീതം, ഖുർആന്റെ വിപരീതം ജീവിക്കൂ എന്നത്, ഖുർആനിൽ ഇല്ലാത്ത നിയമങ്ങൾ കൊണ്ടുവരിക എന്നത്, ഖുർആനിൽ ഇല്ലാത്തതായ ആചാരങ്ങളും അനാചാരങ്ങളും കൊണ്ടുവരിക എന്നത്, എന്നിട്ട് ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുക, ഖുർആനിലേക്ക് ചേർത്ത് പറയുക, മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളാണെന്ന് പറയുക, അതൊരിക്കലും പാടുള്ളതല്ല. എല്ലാ മുഹ്ദസത്തും, എല്ലാ പുതുതായിട്ട് ദീനിൽ ഉണ്ടാക്കപ്പെട്ടത് അത് ബിദ്അത്താണ്, അത് ളലാലത്താണ് എന്നത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുണ്ട്. സത്യവിശ്വാസികൾ ഖുർആനോട് യോജിച്ച് ജീവിക്കുക, ഖുർആന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക, ഖുർആനിന്റെ വിശദാംശമാകുന്ന സുന്നത്തിൽ എന്തുണ്ട് അതനുസരിച്ചിട്ട് ജീവിക്കുക, അത് നമ്മുടെ ബാധ്യതയാണ്. അതിന്റെ വിപരീതം ജീവിക്കുന്നവരെ ഉണർത്തലും അവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കലും അവരിലിട്ട് അത് ദൂരപ്പെടുത്തുവാൻ വേണ്ടി, അത് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി പാടുപെടലും നമ്മുടെ ബാധ്യതയാണ് എന്ന് മദീന ഇമാമ് എന്ന് ഊന്നിപ്പറയുകയുണ്ടായി. മുസ്ലിങ്ങളുടെ ഉയർച്ചയും അവർക്കുള്ള നേതൃത്വവും അവർക്കുള്ള കറാമത്തും ബഹുമാനവും ആദരണീയതയും അവർക്കുള്ളതായ ഇസ്സത്തും അഭിമാനവും ഇഹത്തിലാവട്ടെ പരലോകത്തിലാവട്ടെ അതെല്ലാം ഖുർആനിനെ വഹിക്കേണ്ടതുപോലെ വഹിക്കലിലൂടെ മാത്രം ലഭിക്കുന്നതാണ്. നേരെ മറിച്ചാണെങ്കിൽ അതൊക്കെ ലഭിക്കുന്നതും അല്ല എന്ന് മദീന ഇമാമ് ഉണർത്തുകയുണ്ടായി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായ സഹിഹായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ തൊട്ടുള്ള ഹദീസിനെ മദീന ഇമാമ് ഈ വിഷയം പറയുമ്പോൾ നമ്മെ സ്മരിപ്പിച്ചു. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. ഈ ഖുർആൻ കൊണ്ട്, ഈ ഖുർആനിലൂടെ ഒരു വലിയൊരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? ഉയർത്തുന്നു, ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തുന്നു. നാം മുമ്പന്മാരെ കണ്ടതുപോലെ സഹാബാക്കളുടെ ജീവിതം, താബിഈങ്ങളുടെ ജീവിതം, താബിഈങ്ങളുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ അന്തസ്സുള്ള അഭിമാനമുള്ളതായ ജീവിതം അവർ നയിച്ചത് എന്തിലൂടെയാണ്? ഖുർആനിനെ ജീവിതത്തിൽ പകർത്തലുകൊണ്ടായിരുന്നു. ആ പ്രത്യേകത അവർക്ക് ലഭിച്ചതുപോലെ നമുക്കും ലഭിക്കും. എന്തിലൂടെ? അതേ ഖുർആനിലൂടെ. ഖുർആൻ നമ്മുടെ കൂടെയുണ്ട്. സഹാബാക്കൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും, താബിഈങ്ങളും താബിഈങ്ങളും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവരെ അന്തസ്സിലേക്ക് എത്തിച്ചതായ ആ ഖുർആൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അല്ലാഹു ഉയർത്തി എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് അത് തുറിച്ച് നാം ലോകം കണ്ടതാണ്. അന്നത്തെ കാലഘട്ടത്തിലുള്ളവർ മാത്രമല്ല, മായാതെ മങ്ങാതെ സ്വർണ്ണ ലിപികൾ കൊണ്ട് അവരുടെ ചരിത്രങ്ങളെ, അവരുടെ അന്തസ്സുകളെ, അവരെത്തിയതായ അഭിമാനങ്ങളെ, അവരെത്തിയതായ സ്റ്റാൻഡേർഡുകളെ എഴുതപ്പെട്ടത് കുറിച്ചത് നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡിലേക്ക് എത്തിയത് മഹാനായ റസൂൽ പറയുന്നു അത് ഖുർആനിലൂടെയാണ്. അപ്പോൾ ഈ ഖുർആനിലൂടെ അള്ളാഹു ഒരു വിഭാഗത്തെ ഉയർത്തുന്നു, അതുപോലെ തന്നെ വയളഉ ബിഹി ആഖരീൻ മറ്റൊരു വിഭാഗത്തെ തരം താഴ്ത്തുകയും ചെയ്യുന്നു. അതാരെയാണ്? ആ ഖുർആനിനെ വില വെക്കാതെ, ആ ഖുർആനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന മറ്റൊരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവഗണിക്കുകയും ചെയ്യുന്നു. അതിന്ന് ലോകത്തിൽ വ്യാപകമായി നാം കാണുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിങ്ങൾക്കുള്ള അഭിമാനത്തോട് വിട വാങ്ങേണ്ട ഗതികേട് വന്നുപോയി, അന്തസ്സിനോട് വിട വാങ്ങേണ്ട ഗതികേട് വന്നുപോയി. അവർക്കുള്ളതായ അന്തസ്സും അഭിമാനവും ആ ഖുർആനിലൂടെയാണ്, ആ ഇസ്ലാമിലൂടെയാണ്, ആ മുഹമ്മദ് നബിയുടെ ബേക്കിൽ അണിനിരക്കലിലൂടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് പരിഗണിക്കാത്ത ജീവിക്കുന്നവർ അവർ അറിഞ്ഞിട്ടോ അറിയാതെയോ അവരുടെ അന്തസ്സിനോടും അഭിമാനത്തോടും അവരുടെ പ്രതാപത്തോടും വിട വാങ്ങേണ്ടി വന്നു, അവരുടെ ഭൂമികളോടും വിട വാങ്ങേണ്ടി വന്നു. അവർക്ക് നിന്ദ്യരായി നികൃഷ്ടരായി പല നാടുകളിലും മുസ്ലിങ്ങളാണെന്ന് പറയുന്നവർ ജീവിക്കുന്നതായിട്ട് നാം കാണുന്നു. അതിനെല്ലാം കാരണം ഖുർആനിനെ അവർ മുറുകെ പിടിച്ചില്ല, ഖുർആൻ കൊണ്ട് അമൽ ചെയ്തില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേതൃത്വം
അംഗീകരിച്ചില്ല, അവരുടെ ബേക്കിൽ അവര് നമുക്ക് മാതൃകയുള്ളവരാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതായ ആ മാതൃക അവർ ഉൾക്കൊണ്ടില്ല എന്നത് ഇന്ന് മദീന ഇമാം ഉണർത്തിയതായ ആ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ പെട്ടതായിരുന്നു. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്താണ്? ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് പരലോകത്തിൽ ഖുർആൻ ശുപാർശ ചെയ്യുന്ന ആളായിട്ട് വരുമെന്നതാണ്. ഖുർആൻ പാരായണം ചെയ്യേണ്ടതുപോലെ പാരായണം ചെയ്യുകയും അതുകൊണ്ട് അമൽ ചെയ്യുകയും അതിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കുകയും ചെയ്തവർക്കുള്ളതായ പ്രത്യേകതയാണ് അവർക്ക് വേണ്ടി ഖുർആൻ പരലോകത്തിൽ ശുപാർശ ചെയ്യുന്നതായിരിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് അൽ മാഹിറു ബിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ, നന്നായി ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്ന വ്യക്തി, നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി, അതിൽ സ്പെഷ്യലിറ്റി നേടിയ വ്യക്തി, അത് ശരിക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനെ ഓതുന്ന വ്യക്തി, എന്താണ് അവന് ലഭിക്കുന്ന സ്റ്റാൻഡേർഡ്? മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, മഹാത്മാക്കളായ അല്ലാഹുവിന്റെ മുഖറബായ മലക്കുകളുടെ കൂടെയാണ്. അല്ലാഹു ബഹുമാനിച്ച് ആദരിച്ച അല്ലാഹുവിന്റെ ഏറ്റവും അടുത്തവരായ മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളുടെ സ്ഥാനത്താണ്. വല്ലദീ യഖറഉൽ ഖുർആൻ വഹുവ യതതഅതഉ ഫീഹി വഹുവ അലൈഹി ഷാഖുൻ ലഹു അജ്റാൻ. ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് ഖുർആൻ പഠിക്കണമെന്ന്, ഖുർആൻ വായിക്കണമെന്ന്, ഖുർആൻ ഓതണമെന്ന്. അതേ സമയത്ത് അവന് ഓതാൻ സാധിക്കുന്നില്ല, ഒരു പക്ഷെ അനറബിയായിരിക്കാം അല്ലെങ്കിൽ അറബി തന്നെയായിരിക്കാം, പക്ഷേ അവന് ഖുർആന്റെ ഭാഷയിൽ കൂടി അദ്ദേഹത്തിന് അതിനെ തെറ്റിത്തിരുത്തി അതിനെ ഉച്ചരിക്കേണ്ട സ്ഥലത്ത് ഉച്ചരിച്ച് ഓതാൻ സാധിക്കാത്ത വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ള ഒരു ഗ്രാമീണന്മാരുടെ കൂട്ടത്തിൽ അറബികളിൽ തന്നെ നമുക്ക് കാണാം. അപ്പോൾ അറബിയാവട്ടെ അനറബിയാവട്ടെ ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഓതണമെന്ന് നിർബന്ധമുണ്ട്. അതേസമയത്ത് പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഓതുന്നത്. അവൻ ഓതുന്ന സമയത്ത് അങ്ങനെ ഓതുന്ന കാണാം നാം. ചിലപ്പോൾ പരിപൂർണമായി പെട്ടെന്ന് ഓതാൻ സാധിക്കാതെ പ്രയാസപ്പെട്ട് ഓതുന്ന ആളുണ്ട്. എന്നാലും മൂപ്പർക്ക് ഓതി കിട്ടണമെന്ന് നിർബന്ധമാണ്. ഓഹു അലൈഹി ഷാഖ്, അവന് ഓതുമ്പോൾ പ്രയാസപ്പെട്ടിട്ടാണ് അത് ഓതുന്നത് എങ്കിൽ ലഹു അജ്റാനി, അവന് രണ്ട് പ്രതിഫലമുണ്ട്, ഒന്ന് ഓതിയ കൂലി, മറ്റൊന്ന് പ്രയാസപ്പെട്ട കൂലി എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം ഖുർആന്റെ പ്രത്യേകത പറയുമ്പോൾ പറയേണ്ടതായ ഹദീസുകളാണ്. ഇനിയും ധാരാളം ഇത്തരം ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. നമുക്ക് നമ്മുടെ ടൈം അവസാനിച്ചിട്ടുമുണ്ട്. ഒന്ന്, രണ്ടാമതായിട്ട് മദീന ഇമാം ഇന്ന് മക്ക ഇമാമിനെ പോലെ തന്നെ കൂടുതൽ വിശദീകരിക്കാതെ വളരെ ഷോർട്ടായിട്ടാണ് ഈ കാര്യം സൂചിപ്പിച്ചത്. അത് പ്രധാന പോയിന്റുകളെല്ലാം അദ്ദേഹം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഏതാനും ചുരുക്ക സമയത്തിലൂടെ അദ്ദേഹം സംസാരിച്ചത്. നമുക്ക് അദ്ദേഹം സംസാരിച്ച അതുപോലെ മക്ക ഇമാം സംസാരിച്ച വിഷയത്തിന്റെ അകത്ത് ഉൾക്കൊള്ളുന്നതായ അർത്ഥ ഗാംഭീര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയും കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്ക് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി, അള്ളാഹുവിന്റെ കൽപ്പനകൾ മനസ്സിലാക്കി, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി ഖുർആനിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയും കൊണ്ട് നഷ്ടപ്പെട്ടു പോയ അന്തസ്സുകൾ, അഭിമാനങ്ങളെ മടക്കിയെടുക്കാനുള്ളതായ മഹാഭാഗ്യം ലോക മുസ്ലിം നേതാക്കൾക്കും രാഷ്ട്രങ്ങൾക്കും പണ്ഡിതന്മാർക്കും പ്രബോധകന്മാർക്കും മുസ്ലിം ലോകത്തിന് ആസകലം അതുപോലെ നമുക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ തൊട്ട് രോഗമുള്ള രോഗത്തെ സുഖപ്പെടുത്തട്ടെ. സന്താനമില്ലാത്തവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങൾ നൽകട്ടെ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളെയെല്ലാം സാലിഹീകളായ ഇണകളാക്കി മാറ്റട്ടെ. അതുപോലെ നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത സഹോദരിമാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.